Good morning, everyone. Welcome to our 24/7 Malayalam channel. This is Rindu Sebastian, and welcome to our Hindu editorial analysis of 15th November 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൊക്കാബുലറി അനലൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ് കൂട്ടാം, റീഡിംഗ് എബിലിറ്റി ഒന്ന് എന്ന് പറയാം ഷാർപ്പാക്കി മാറ്റാം. അപ്പോൾ ഈ സെഷനിൽ പ്രത്യേകത എല്ലാ ദിവസവും ഉണ്ട് എഡിറ്റോറിയൽ അനാലിസിസ് ഹിന്ദു ന്യൂസ് പേപ്പറിലെ വരുന്ന ആർട്ടിക്കിൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു ആൻഡ് വൊക്കാബുലറി ഡിസ്കസ് ചെയ്യുന്നു, അതുപോലെ തന്നെ സെന്റൻസ് മേക്ക് ചെയ്യുന്നു ആൻഡ് ദാറ്റ്സ് ഹൗ വി ഇംപ്രൂവ്. ഇപ്പോൾ ഡെയിലി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, രാവിലെ കുറച്ച് നേരം ഇംഗ്ലീഷ് വാക്കുകൾ, ഫ്രേസസ്, ഇഡിയംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ പേര് റിന്ദു സെബാസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഉള്ള സെഷനാണ്, ഞാൻ പറഞ്ഞില്ലേ. മൺഡേ ടു സാറ്റർഡേയ്സ് നമ്മളുണ്ട്, സൺഡേ വെച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലുണ്ട്. ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഡെയിലിയുള്ള നിങ്ങളുടെ ഡെയിലിയുള്ള ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു റെക്കറൻ്റ് ആയിട്ടുള്ള ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ സെഷൻ വിത്ത് എ കോട്ട് അല്ലേ. കോട്ട് വെച്ച് തുടങ്ങാം. അതിന് മുമ്പ് കോട്ട് വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആർട്ടിക്കിളിനെ പറ്റി ഞാൻ പറയാം, ഏതൊക്കെയാണ് ആർട്ടിക്കിൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എല്ലാ സെഷനും എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ് കേട്ടോ. അതിപ്പോൾ കേരള PSC പഠിക്കുന്നവരാണെങ്കിലും SSC പഠിക്കുന്നവരാണെങ്കിലും ബാങ്കിങ്, ഇൻഷുറൻസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോർട്ട് എക്സാംസിന് പഠിക്കുന്നവർ, അങ്ങനെ ഒരുപാട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ. അല്ലെങ്കിൽ ഡെയിലി ജസ്റ്റ് വൊക്കാബുലറി പഠിച്ചേക്കാം, അങ്ങനെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മുടെ നമ്മുടെ വൊക്കാബുലറി ആണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടെന്ന്. ഒന്ന് ഇന്ത്യ ആൻഡ് US ട്രേഡ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. അപ്പം ട്രേഡ് കോർപ്പറേഷനുമായിട്ട് US ഇന്ത്യ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം അംബാസഡർ വന്നിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. എന്താണ് വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഇന്ത്യക്ക്, ഡെവലപ്പിംഗ് കൺട്രിയായ ഇന്ത്യയുടെ കൂടെ US ഒരു ഇക്കണോമിക് ടൈ അല്ലെങ്കിൽ ഒരു ട്രേഡ് കോർപ്പറേഷന് വേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്, മ്യൂച്വൽ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റായിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ T20 വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് വിൻ ചെയ്തതിനെ പറ്റി, കഴിഞ്ഞ സൺഡേയിൽ നടന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. സ്പോർട്സ് ആർട്ടിക്കിൾ നിങ്ങൾക്കറിയാം, സോ ഈസി ടു റീഡ്, വളരെ ഈസി വായിക്കാൻ പറ്റുന്ന തോന്നുന്നൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ ജസ്റ്റ് ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. അതുമാണ് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രേഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ട്രേഡ് റിലേഷൻഷിപ്പ്, ഫിനാൻസ് ആർട്ടിക്കിൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് എബിലിറ്റിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് താമസിപ്പിക്കാതെ തന്നെ തുടങ്ങാം അല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട്. വോളിയം കുറവാണോ? വോയിസ് കുറവാണല്ലോ, കേൾക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ വോയിസ് ഒക്കെ സെറ്റാക്കി വെച്ചേക്കുമായിരുന്നല്ലോ. വീണ്ടും വോയിസിന് പ്രശ്നം. ലെറ്റ് മീ ചെക്ക്. ഇപ്പോൾ ഓക്കെ ആണോ? ഒന്ന് നോക്കിക്കേ, ഇപ്പോൾ ഓക്കെ ആണോ എന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ്: ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. വാട്ട് യു പ്ലാൻ നൗ യു വിൽ ഹാർവസ്റ്റ് ലേറ്റർ. അല്ലേ, നമ്മളെപ്പോഴും പറയും അല്ലേ, ഇപ്പം നമുക്ക് പറ്റുന്ന പരമാവധി ഡു യു ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ സൗണ്ട് വീണ്ടും കുറവ് വന്നോ? അതെന്താണാവോ എനിക്കിന്ന് സൗണ്ട് പ്രശ്നം വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് സൗണ്ട് പ്രോബ്ലം ഇല്ലാത്തതാണല്ലോ. ഒരു സെക്കൻഡേ, വീണ്ടും സൗണ്ട് കുറഞ്ഞു. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നോട്ട് ഓക്കെ. നോക്കട്ടെ, ഞാൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സാധാരണ എൻ്റെ ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്ന് എന്തായാലും നമുക്ക് അങ്ങനെ പോട്ടെ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ ടെക്നിക്കൽ ടീമിൽ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ ടെക്നിക്കൽ ടീമിൽ കോൺടാക്ട് ചെയ്ത് ശരിയാവും. അപ്പോൾ നമ്മുടെ കോട്ട് പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നമുക്ക് എന്തായാലും ഗുണപ്പെടും, അല്ലെ എഫേർട്ട് നമുക്ക് എന്തായാലും ഗുണപ്പെടും. കാരണം എപ്പോഴാണോ അല്ലേ, ഇപ്പം നമ്മൾ പഴയ ഉള്ളവർ പറയുന്ന പോലെ സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. സെയിം സാധനമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാം, പിന്നെ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഡു ദ ബെസ്റ്റ് കേട്ടോ. അത് നമുക്ക് നോക്കാം. ആൻഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Attendant മലയാളം ചാനൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്നത്തേക്കാൾ കുറവാണോ? ഒരു സെക്കൻഡ്, ജസ്റ്റ് ഗിവ് മീ സം ടൈം. നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ.
ഹലോ, ഇപ്പൊ ഇങ്ങനെയുണ്ട്, കേൾക്കാൻ പറ്റുമോ? നോക്കിക്കേ, ഇപ്പൊ ഓക്കെ ആണോന്ന് പറഞ്ഞേ. ഇപ്പൊ സൗണ്ട് കുറച്ചുകൂടെ ഓക്കെ ആണോന്ന് പറയണേ. ഹലോ, ഇപ്പൊ ഇങ്ങനെയുണ്ട്, കേൾക്കാൻ പറ്റുമോ? നോക്കിക്കേ, ഇപ്പൊ ഓക്കെ ആണോന്ന് പറഞ്ഞേ. ഓക്കെ ആയില്ലേ? സെറ്റ് ആയില്ലേ? ഞാൻ തന്നെ എന്നെ കേട്ടു നോക്കിയതാ. ഓക്കെ ആണോ എന്ന്. യാ, ഓക്കെ, ഗ്രേറ്റ്. എന്താണ് പ്രശ്നം? നമുക്ക് തന്നെയല്ലേ. ഞാൻ എന്താ പറയാ, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതാ. എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ടെക്നിക്കലി നമുക്ക് ചെയ്താൽ സെറ്റ് ആവുമെന്ന് അറിയണ്ടേ. അപ്പൊ എനിവേസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഡ 24/7 മലയാളം ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. കാര്യം നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. എക്സാം അനാലിസിസ് ആയിക്കോട്ടെ, PYQ ആയിക്കോട്ടെ, അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ ഇവിടെ കിട്ടും. കൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യും. ഡെയിലി എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം. അപ്പോൾ അത് SSC ക്ക് പഠിച്ചാലും, ബാങ്കിന് പഠിച്ചാലും, നിങ്ങൾ ഇൻഷുറൻസ് സെക്ടറിന് പഠിച്ചാലും, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് പഠിച്ചാലും, നിങ്ങൾക്ക് ഏതൊരു എക്സാമിനുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ട് ആവാതെ ജോബ് അലേർട്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഒരു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സ്, ഇഡിയംസ് എക്സെട്ര. നോക്കാം. ആദ്യത്തെ ക്ലോസ് ഓഫ്. അപ്പം ആദ്യത്തെ ഫ്രേസൽ വെർബ് ഇതാണ്, ക്ലോസ് ഓഫ്. ക്ലോസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു കാര്യം ക്ലോസ് ചെയ്യുന്നു, വാതിൽ കടയ്ക്കുന്ന എന്തിനാ? ടു പ്രിവെന്റ് സംബഡി ഫ്രം എൻട്രിങ്, അല്ലെ? ഒരാളെ എൻറ്റർ ചെയ്യാതിരിക്കാൻ നമ്മൾ തടഞ്ഞു വെക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യാന്ന് പറയുക. അപ്പൊ ക്ലോസ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് സംബഡി ഫ്രം എൻട്രിങ് എ പ്ലേസ് ഓർ റോഡ്. ഒരു റോഡോ അല്ലെങ്കിൽ ഒരു പ്ലേസോ ഒരു സ്ഥലത്ത് നിന്ന് ഒരാളെ എൻറ്റർ ചെയ്യുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നതിനെ നമുക്ക് പറയാൻ പറ്റും ക്ലോസ് ഓഫ് എന്ന് പറയാൻ പറ്റും. ശ്രേയ, CSEBയുടെ ക്ലാസ്സുകൾ നമ്മൾ ഇല്ല, പക്ഷെ നമ്മൾ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ CSEBക്ക് ഏറെക്കുറെ ഒരു ശ്രേയക്ക് ഒരു ഇതുണ്ടെങ്കിൽ, ബേസ് ഉണ്ടെങ്കിൽ, ശ്രേയ ഒരു കാര്യം ചെയ്യാം, CSEBയുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അത് ഒരുപാട് ഗുണം ചെയ്യും, ലിറ്ററലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, യെസ്. അടുത്ത സെറ്റ് ടു. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫ്രേസ് ആണ് സെറ്റ് ടു. സെറ്റ് ടു മീൻസ് ബിഗിൻ വർക്കിംഗ്. ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട്, എനർജറ്റിക് ആയിട്ട് ഒരു കാര്യം നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സെറ്റ് ടു. സെറ്റ് ടു എന്ന് നമുക്ക് പറയുന്നതാണ് കേട്ടോ. നമ്മളൊരു കാര്യത്തിനെ സെറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം, എന്താ, സെറ്റ് ടു എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്ത ഫ്രേസൽ വേർബ് ആണ് നമ്മുടെ ടേക്കപ്പ്. കേട്ട് പരിചയമുള്ളതാണല്ലോ. ടേക്കപ്പ് രണ്ടർത്ഥമുണ്ട്. ബി എൻഗേജ്ഡ് ഇൻ സംതിങ് ഓർ ഇൻവോൾവ് ഇൻ സംതിങ്. take up an opportunity or take up the position, take up the chair എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അതിനെ ടേക്കപ്പ് പറയാം. അല്ലാതെ ടേക്കപ്പിന് പറയാം, ടേക്കപ്പ് മീൻസ് കൺസ്യൂം. നമ്മളൊരു കാര്യം ടേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. നിങ്ങൾ ലൈവിൽ കയറുമ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ് ലൈവ് കാണിക്കുന്നുണ്ടോ? ഞാനിവിടെ ക്ലാസ് നോക്കിയിട്ട് നമ്മുടെ ഇതിൽ ചാനലിൽ ലൈവ് കാണിക്കുന്നില്ല. ഞാൻ നോക്കട്ടെ, എനിക്കാണെങ്കിൽ എന്താ പറ്റിയെന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കാം. അറ്റ് ബേ. അറ്റ് ബേ. ബേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, തീരെ സൈഡിലായിട്ട് മാറ്റി വെക്കുക. ദാറ്റ് ഇസ് അറ്റ് ബേ. അറ്റ് ബേ ഒരു ഫ്രേസ് ആണ്. അറ്റ് ബേ എന്നുള്ള ഫ്രേസ് അല്ലെങ്കിൽ ഒരു ഇഡിമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അതിന്റെ മീനിങ് ഇതാണ്, ഇഫ് സംതിങ് ഇസ് അറ്റ് ബേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എവേ, അത് ദൂരെയാണ്, അല്ലെങ്കിൽ അവിടെ എവിടെയോ സൈഡിൽ എവിടെയോ സൈഡ് മാറ്റി വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ദാറ്റ് ഇസ് അറ്റ് ബേ. ഇഫ് യു പുട്ട് സംതിങ് അറ്റ് ബേ, ഇഫ് സംതിങ് ഇസ് അറ്റ് ബേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എവേ അല്ലെങ്കിൽ ഇറ്റ് ഇസ് അസൈഡ്. അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ്, ഓർത്തോണം. അറ്റ് ബേ എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്, ബട്ട് എവേ അസൈഡ് എന്ന് പറയുന്ന അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ്, ഓർത്തോണം. അടുത്ത വാക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അറ്റ് ബേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഷ്രഗ് അസൈഡ്. ഷ്രഗ് അസൈഡ്. ഷ്രഗ് അസൈഡ് നമ്മൾ ഓൾറെഡി നമ്മൾ പറയില്ലേ, ബ്രഷ് അസൈഡ് എന്ന് പറഞ്ഞാൽ അൺഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഷ് അസൈഡ് സെയിം സാധനമാണ് ഷ്രഗ് അസൈഡ്. ഷ്രഗ് അസൈഡ് മീൻസ്, ബ്രഷ് അസൈഡ് മീൻസ് പുട്ട് സംതിങ് അവേ ആസ് ഇറ്റ് ഇസ് അൺഇമ്പോർട്ടന്റ് എന്ന് പറയില്ലേ. അപ്പൊ ഏറെക്കുറെ സിമിലർ ആയിട്ടൊരു സാധനമാണ് ബ്രഷ് അസൈഡ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ അൺഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതി മാറ്റി നിർത്തുകയാണ്, അതിനെ ഡിസ്മിസ് ചെയ്ത് കളയുന്നതിനാണ് ബ്രഷ് അസൈഡ് എന്ന് പറയാം. സെയിം വേയിൽ പറയാം ഷ്രഗ് അസൈഡ്. ഷ്രഗ് അസൈഡ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് സംതിങ് ആസ് അൺഇമ്പോർട്ടന്റ്. ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ നമ്മൾ ഒരു കാര്യത്തിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ യു കെൻ സേ ഷ്രഗ് അസൈഡ്. ഓക്കെ, അപ്പോ അതിന്റെ വെർബ് മീനിങ് എന്ത് വരും? ഡിസ്മിസ് ചെയ്യാം. ഓക്കെ, അടുത്തത് വോട്ടറി. VOTARY. വൺ വേർഡ് ആണ് വോട്ടറി.
വോട്ടറി എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, വെരി കീൻ ഫോളോവർ ഓഫ് എ പെർട്ടിക്കുലർ റിലിജൻ. ഒരു പ്രത്യേക ഒരു റിലിജൻ, ഏത് റിലിജനും ആയിക്കോട്ടെ അത്, അതിനെ വളരെ കീൻ ആയിട്ടുള്ള, എന്താ പറയാ, സ്റ്റോഞ്ച് ആയിട്ടുള്ള ബിലീവർ അല്ലെങ്കിൽ ഒരു ഫോളോവർ ഉണ്ടെങ്കിൽ ആ ഫോളോവറെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോട്ടറി. ഇപ്പൊ വോട്ടറി പ്ലൂറലും ഉണ്ട് കേട്ടോ, വോട്ടറീസ് എന്ന് പറയാം. അപ്പൊ TRIES വരും, വൈ കെട്ടിയപ്പെട്ടിട്ട്. അപ്പൊ വോട്ടറി എന്ന് പറഞ്ഞാൽ വെരി കീൻ ഫോളോവർ, ഓർത്തൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറയാം വോട്ടറി എന്ന് പറയാം. ദാറ്റ് ഇസ് വോട്ടറി, ഓർത്തോണം കേട്ടോ. അടുത്തത് ഗെയിൻ, സ്റ്റാൻഡ് ടു ഗെയിൻ. സ്റ്റാൻഡ് ടു ഗെയിൻ, അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് ടു ഗെയിൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും. സ്റ്റാൻഡ് ടു ഗെയിൻ ഈ ഗെയിംസിലൊക്കെ കേൾക്കാറുണ്ട്. സ്റ്റാൻഡ് ടു ഗെയിൻ, സ്റ്റാൻഡ് ടു ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാര്യം, ഇൻ എ സിറ്റുവേഷൻ, ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്, വെർ യു ഗെറ്റ് ഓർ ലൂസ് മണി. മണി ആയിക്കോട്ടെ, അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ, എന്തൊരു ഗുണം നിങ്ങൾക്ക് കിട്ടുമോ, അത് കയ്യാലപ്പുറത്ത് തേങ്ങ, ദാറ്റ് ഇസ് സ്റ്റാൻഡ് ടു ഗെയിൻ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ സ്റ്റാൻഡിങ് ടു ഗെയിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ സ്റ്റാൻഡ്സ് ടു ഗെയിൻ ഇൻ ദ മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പം റിസൾട്ട് വരുമ്പോൾ മേ ബി ഇറ്റ്സ് ഫേവറബിൾ, മേ ബി ഇറ്റ് വിൽ ബി ഫേവറബിൾ, ചിലപ്പോ, ഓർ നോട്ട്, ആ ഒരു അർത്ഥത്തിലാണ് സ്റ്റാൻഡ് ടു ഗെയിൻ നമ്മൾ പറയാം. നമ്മളിങ്ങനെ നിൽക്കുക, വി വെയിറ്റിംഗ് വെദർ യു വിൽ ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്, ആ ഒരു അവസ്ഥ, അതിനാണ് സ്റ്റാൻഡ് ടു ഗെയിൻ എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ. അടുത്തത് സ്ക്വയർ അപ്പ്. ഷോർ അപ്പ് അല്ല, സ്ക്വയർ അപ്പ്. ഷോർ അപ്പ് അറിയാലോ, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, പഠിച്ചിട്ടുള്ള ഫ്രേസൽ വേർബ് ആയിരിക്കും. ഇത് സ്ക്വയർ അപ്പ് ചെയ്യുക. സ്ക്വയർ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അസ്യൂം ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ അബൌട്ട് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാൻ വരുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് സ്ക്വയർ അപ്പ്. അതൊരു ഫ്രേസൽ വേർബ് ഒന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ട്രേഡ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഒപ്പോണന്റിന്റെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് നമുക്ക് അതിനെ ഒന്ന് അസ്യൂം ചെയ്തെടുക്കാൻ യുനോ അല്ലെ, നമ്മൾ അതിനെ ഒന്ന് നിർവചിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതായിരിക്കാം ഊഹിച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്ക്വയർ അപ്പ് ഒന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താ സ്ക്വയർ അപ്പിന്റെ വേറൊരു അർത്ഥം പറയാം, യു പേ സംതിങ്, ഒരു എമൗണ്ട് പേ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ ആൻ എമൗണ്ട്, അതിനെ നമുക്ക് വിളിക്കാം സ്ക്വയർ അപ്പ്. ലെറ്റ് മീ സ്ക്വയർ ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാനത് പേ ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് സെറ്റ് ചെയ്തേക്കാം. പൈസ എമൗണ്ട് നമ്മൾ സ്ക്വയർ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് യു ആർ പേയിങ് ദ എമൗണ്ട് ഓർ സെറ്റിലിംഗ് ദ എമൗണ്ട്, അതിനെ നമുക്ക് സ്ക്വയർ അപ്പ് എന്ന് പറയാം. രണ്ടർത്ഥമുണ്ട്, രണ്ടും ഇമ്പോർട്ടന്റ് ആയ അർത്ഥങ്ങളാണ്, ഏറ്റവും അതൊന്ന് ഓർത്ത് വെച്ചോണം. അടുത്തത് സ്റ്റേ ദ കോഴ്സ്. സ്റ്റേ ദ കോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഡൂയിങ് സംതിങ് ഡെസ്പൈറ്റ് ഡിഫിക്കൽട്ടി. തുടങ്ങി വെച്ചൊരു കാര്യം ഞാൻ എന്തായാലും തുടങ്ങി വെച്ചു, അത് അവസാനം വരെ ഞാൻ കൊണ്ടുപോകും, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ യു ആർ സ്റ്റേ ദ കോഴ്സ് എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ കണ്ടിന്യൂ ഡൂയിങ് സംതിങ്. ഇത് കുഴപ്പമില്ല, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ, എന്ത് പ്രശ്നം വന്നാലും തളരുത് രാമകുട്ടി, അതിന് നമുക്ക് പറയാം സ്റ്റേ ദ കോഴ്സ് അല്ലെ. തളരാതെ എവിടെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും നമ്മൾ അതേ കോഴ്സിൽ സ്റ്റേ ചെയ്ത് പോവാ, സെയിം സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നവരാണ് നമുക്ക് പറയാം സ്റ്റേ ദ കോഴ്സ് എന്ന് പറയാം. കണ്ടിന്യൂ ഡൂയിങ് സംതിങ് ഡെസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ്, ഓർത്തോണം, അതാണ് സ്റ്റേ ദ കോഴ്സ്. അപ്പൊ ഇന്ന് കുറച്ചധികം ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് ഉണ്ട്, ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ് നോക്കാം. ഓക്കെ, ദ പെനിൻസുലൈൻ ഹാർലി ഗേറ്റ്വേ വാസ് ക്ലോസ്ഡ് ഓഫ് ബൈ ദി ഗവൺമെന്റ് ഫോളോയിങ് ദ വിഷ്യസ് ഫ്ലൂ ഔട്ട്ബ്രേക്ക്. ചാനലിലില്ല അല്ലെ, ചാനലിലായിട്ടില്ല. ചാനൽ എനിക്ക് തോന്നി ചാനൽ ഇപ്പൊ കാണുന്നില്ല. എനിക്കൊന്ന് ഡെവിഡ്സൺ സാറിന്റെ ക്ലാസ് ഇപ്പോഴും ലൈവ് പോയിക്കൊണ്ടിരിക്കുക, അത് കാണുന്നു. ഞാൻ ടെക്നിക്കൽ ടീമിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശരത്തെ, ഗുഡ് മോർണിംഗ്. യെസ് the cricket stadium is closed off for the maintenance purposes. Okay, maintenance purposes. Okay, great. Amala, good morning. Yeah, he shrugs aside everything in life which anticipated in closing of the toll gate. All right, that's great. Swami Vivekananda is a votary of Hinduism ഒരു പ്രൊപ്പഗാൻഡ ആണ്. അപ്പൊ ക്യാപിറ്റൽ കൊടുക്കണേ സനിലെ. She squared up the votaries gathered for debate. All right, squared up. Assumed attitude അല്ലേ, that's great. Okay, yeah. അടുത്തത് why most of the Keralites are നീ ചോദിക്കുന്നത് വിനു, ചോദ്യം. Why are most of the Keralites coercing the children to take up in a votary? Take up എന്ന് പറഞ്ഞാൽ കൺസ്യൂം. നീ ഉദ്ദേശിക്കുന്ന കൺസ്യൂം ആണല്ലോ. ഇൻ എ വോട്ടറിയിലോ റിലിജനിൽ ഫോളോ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് വോട്ടറി. ടു ബി എ വോട്ടറി എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ, a very keen follower, a person who follows a particular religion, അത് അവരെയാണ് വോട്ടറി എന്ന് വിളിക്കുക. അപ്പൊ ഇന്ന വോട്ടറി എന്ന് പറയില്ല. പിന്നെ ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വേർബ് വരണം, എന്നിട്ടേ സബ്ജക്ട് വരാവുള്ളൂ. അപ്പോൾ why are most of the Keralites coercing the children to be a votary എന്ന് കൊടുക്കണം, and question mark as well, കേട്ടോ. So the security officers close off the strangers entering the
office. Strangers, plural അല്ലേ ഉദ്ദേശിക്കുന്ന ആദിത്യ. അപ്പോൾ strangers കഴിഞ്ഞിട്ട് apostrophe, strangersലെ s കഴിഞ്ഞിട്ട് apostrophe കൊടുക്കും കേട്ടോ. strangersന്റെ plural കൊടുത്തിട്ട് അത് അവരുടെ entering correct ആണ്. strangersന്റെ entering correct ആണ്. strangerയുടെ entering എന്നാണോ strangersന്റെ entering എന്നാണോ? plural അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ s കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ, apostrophe. She takes up a new job. That's great. The construction project of India's largest suspension bridge is set to rendering tourism integration, in addition to several other innovative activities. That's great. Scientists are staying the course in their research. That's great. Okay, rendering mati render, set to render. ഇല്ല, set to rendering correct ആണ്. set to render കൊടുക്കണ്ട, set to rendering തന്നെ കൊടുക്കണം. കാരണം set to is a phrase. Phraseന് ശേഷം object വരണ്ട കേട്ടോ. ഉമ ആദിത്യ correct. Okay, I closed up my dog from a river. Okay, you prevented. Okay, that's great. Despite the harassments, she struck aside it and stayed the course of living with the wrong husband. Great. Moving on, people. മറക്കാതിരിക്കുക ഇന്നത്തെ phrasal verbs, one words ഒക്കെ. Close off, set to, അതുപോലെ തന്നെ take up, at bay, shrug aside, watery, stand to gain, square up, and say the course. ഓർത്ത് വെച്ചോണം കേട്ടോ. Yeah, all right. LDF partisans cited that they will stay the course for freeing up the K-Rail project. That's great. Moving on to next set, people. അപ്പോൾ നമ്മുടെ മഹാപാക്കിനൊക്കെ ഡബിൾ വാലിറ്റി ഓഫർ ഉണ്ട്. അല്ലാത്ത കോഴ്സുകൾക്കൊക്കെ ഇപ്പോൾ ഡബിൾ വാലിറ്റി ഓഫർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്നലത്തെ ചിൽഡ്രൻസ് ഡേയുടെ സ്പെഷ്യൽ ഡബിൾ വാലിറ്റി ഓഫർ മെഗാ പാക്കിനും മഹാപാക്കിനും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മഹാപാക്ക് ഉണ്ട്, മെഗാ പാക്ക് ഉണ്ട്, 2 പാക്ക് ഉണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് നോക്കാം. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ പാക്കാണ്, അല്ലാത്തത് നിങ്ങൾക്ക് കംപ്ലീറ്റ് പാക്ക് കിട്ടുന്നുണ്ട്. 2 പാക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആൻഡ് ഡബിൾ വാലിറ്റി ഓഫർ ഉണ്ട്. അപ്പോൾ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടും. പഠിക്കാൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ കോഴ്സ് എടുക്കാം. 15% ഡിസ്കൗണ്ടും കിട്ടും. കോഡ് മറക്കണ്ട, Y314. ഏത് കോഴ്സിനും 15% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഡബിൾ വാലിറ്റി മഹാപാക്കിന് മെഗാ പാക്കിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ്സുകൾ, നമുക്ക് SSC CGLന്റെ ക്ലാസ്സുകൾ, SC GDയുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ GD ക്ലാസ് ഒന്ന് മാറ്റി വെച്ചായിരുന്നു, ഞാനത് പറയാൻ വിട്ടു ഇന്നലെ. November 16th ക്ലാസ് തുടങ്ങുന്നത്. November 16th, ദാറ്റ് മീൻസ് ടുമോറോ, നാളെയാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ SSC GD ക്ലാസ്സുകൾ നാളെ ആരംഭിക്കുകയാണ്. നമുക്ക് 3 ക്ലാസ്സുകളാണ്. രാവിലെ മോർണിംഗ് 7 to 8:30, പിന്നെ നമുക്കുള്ളത് 7 to 8:30, പിന്നെ 2 to 3:30, 2 to 3:30, പിന്നെ നമുക്കുള്ളത് 6 to 7:30, അങ്ങനെ ടൈമുകളാണ് നമുക്കുള്ളത് കേട്ടോ. ഈ സമയത്ത് 3 ക്ലാസ്സുകൾ 1.5 മണിക്കൂറിന്റെ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പം SSC GDക്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാതെ, November 30th ആണ് ലാസ്റ്റ് ഡേറ്റ്. 30th മുമ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. ഉഷാറായിട്ട് ജോലി കയറാം. നല്ല വേക്കൻസി ഉണ്ട്. ബാക്ക് അടിച്ച് നിൽക്കരുത്, പഠിച്ചാൽ മതി. കാരണം സിമ്പിളാണ്, 10th ലെവൽ എക്സാം ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. സാധാരണ നിങ്ങൾ SSCയുടെ MTS ഒക്കെ കണ്ടിട്ടുണ്ടോ? വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് 9:30 മണിക്ക് വരുന്നുണ്ട്. 9:30 ആകുമ്പോൾ ഞാൻ നമ്മുടെ GD ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. സോ സിമ്പിൾ, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന കൂടി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് നോക്കാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. നമ്മുടെ SC CGL പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങിക്കോണം കേട്ടോ. അല്ലെങ്കിൽ ഉറപ്പിക്കൊണ്ട് വെക്കുന്നവർ ഓർത്തോളം 1 മുതൽ 13 ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എക്സാം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ പഠിത്തം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പൊക്കോട്ടെ. ഉഷാറായിട്ട് പഠിക്കാം. ഇനി അവസാന നിമിഷം പഠനമാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. നമുക്ക് ടെസ്റ്റ് സീരീസ് നോക്കാം. അതുപോലെ ഡെയിലി ഫ്രീ ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓർക്കാം. അതിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ടെസ്റ്റ് സീരീസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും കോഡ് മറക്കണ്ട, ഡിസ്കൗണ്ടോട് കൂടി പർച്ചേസ് ചെയ്യാം. Y314 ആണ് എൻ്റെ കോഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേർഡ് പിടിച്ചോട്ടോ. ലെറ്റ്സ് മൂവ് ടു ദ വൊക്കാബ്. ആദ്യത്തെ വേർഡ് ആണ് ഇൻഡിസ്പെൻസിബിൾ. നമ്മൾ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെ മാറ്റി വെക്കാൻ പറ്റാത്തത് എന്ന് പറയില്ലേ. അതായത് നിന്നെ എങ്ങനെ എനിക്ക് വേറെ ഒരാളെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത, ഇർറിപ്ലേസിബിൾ എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അതിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ല, അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. DISPENSABL. ഡിസ്പെൻസിബിൾ അല്ല, ഡിസ്പെൻസബിൾ. ഓക്കെ, ഡിസ്പെൻസിബിൾ അഡ്ജക്റ്റീവ് ആണ്. മീനിങ് ഇതാണ്, എസെൻഷ്യൽ, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, വെരി വെരി മച്ച് എസെൻഷ്യൽ. അതിന് നമുക്ക് പറയാം നമ്മുടെ ഇൻഡിസ്പെൻസിബിൾ, അല്ലെങ്കിൽ ക്രൂഷ്യൽ, നെസസറി, അല്ലെങ്കിൽ കീ, വളരെ വൈറ്റൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനമാണ് ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞ സാധനം. അടുത്തത് കീന്, കേട്ട് പരിചയമുള്ളായിരിക്കും അല്ലെ. യു ഹാവ് എ കീൻ ഐസൈറ്റ്, യു ഹാവ് എ കീൻ വിഷൻ, യു ഹാവ് എ കീൻ ഒബ്സർവേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കീന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഐ എം കീൻ ടു വാച്ച് ദം, ഐ എം കീൻ ടു വാച്ച് ഇറ്റ്. മൂവി കാണാൻ ഭയങ്കര കീൻ ഈഗർ ആണ് അല്ലെ. ഏതൊരു മൂവി റിലീസ് ചെയ്യുവാണ്, മൂവി കാണാൻ വേണ്ടി എനിക്ക് എന്താ പറയാ, മുൾമുരയിൽ നിൽക്കുന്നു, ആൻഷ്യസ് ആയിട്ട്, ഇംപേഷ്യന്റ് ആയിട്ട്, ഈഗർ ആയിട്ട്. ദാറ്റ് ഈസ് കീൻ. ഒന്ന്. രണ്ടാമത്തെ കീൻ ഞാൻ നേരത്തെ പറഞ്ഞ കീൻ ഐസൈറ്റ്, കീൻ ഒബ്സർവേഷൻ, കീനാണ്. അക്യൂട്ട്, ഷാർപ്പ്, വളരെ ഷാർപ്പായിട്ടുള്ള എന്നൊരു അർത്ഥവും കീനുണ്ട്. 2 അർത്ഥമാണ് കീനുള്ളത്. ഒന്ന് ഈഗർ ആയിട്ട്, ആൻഷ്യസ് ആയിട്ടുള്ളത് അർത്ഥമുണ്ട്.
അതായത് എനിക്ക് എനിക്ക് ക്ഷമയില്ല, അക്ഷമനാണ് ഞാൻ എന്നൊക്കെ പറയില്ല, അതാണ് കീൻ ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇസ് അക്യൂട്ട് അല്ലെങ്കിൽ ഷാർപ്പ്, രണ്ടർത്ഥമുണ്ട്. അടുത്ത സൈറ്റ്, കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും സൈറ്റ്. CITE സൈറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് സൈറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ആ സൈറ്റിൽ CITE സൈറ്റിന്റെ അർത്ഥം മെൻഷൻ ചെയ്യുക, റെഫർ ടു അല്ലെ അഡ്യൂസ് ചെയ്യുക. നമ്മളൊരു കാര്യത്തെ പറ്റി എന്താണ് ഉദ്ധരിക്കുക, മലയാളത്തിൽ എന്നല്ല പറയുന്നത്, ഉദ്ധരിക്കുക. യെസ്, എക്സാമ്പിൾ ഇടുക അല്ല പറയുക, ആ സാധനം മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ റെഫർ ചെയ്യുക ഒരു കാര്യത്തെ പറ്റി എന്ന് പറയാം. അല്ലാതെ ഉണ്ട് പ്രൈസ് ചെയ്യുക, കമന്റ് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ എന്തിനുണ്ട്, നമ്മുടെ സൈറ്റിനുണ്ട്. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. സൈറ്റ് SIGHT സൈറ്റ് ഉണ്ട്, കാണുക എന്നുള്ളതുണ്ട്, നൗണും ഉണ്ട് വേർബും ഉണ്ട്. അപ്പോൾ വിഷൻ എന്നുള്ള അർത്ഥത്തിൽ സൈറ്റ് ഉണ്ട്. ഐസൈറ്റിലെ വിഷൻ ഇല്ലേ, പിന്നെ വെബ്സൈറ്റിലെ സൈറ്റ് ഇല്ലേ, ആ സൈറ്റും ഉണ്ട്. അപ്പോൾ ഓരോ സൈറ്റും ഓർത്തോളൂ. ഈ സൈറ്റിന്റെ അർത്ഥം എന്താ അർത്ഥം, ലൊക്കേറ്റ് ചെയ്യുക, ലൊക്കേഷൻ നൗൺ ആയിട്ടും ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന സൈറ്റും ഉണ്ട്. SIGHT സൈറ്റ് ഉണ്ട് ആൻഡ് ഈ CITE സൈറ്റ് ഉണ്ട്. 3 സൈറ്റും ഉണ്ട്, മാറി മാറി പോയത്. അടുത്ത മിറ്റിഗേറ്റ് ചെയ്യുക. കുറേ നാളായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, കുറേ നാളുകൾ, ലിറ്ററലി കുറേ നാളായി. മിറ്റിഗേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്ഥിരം വാക്കായിരുന്നു നമ്മുടെ എഡിറ്റോറിയലിലെ എഡിറ്ററിന്റെ. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ലെസൺ ചെയ്യുക, ഒരു കാര്യം കുറയ്ക്കുക, ഡിമിനിഷ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, അലീവിയേറ്റ് ചെയ്യുക, അതിനെയാണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയാം. മിറ്റിഗേറ്റ് എക്സ്പെൻസസ് കുറയ്ക്കാം, ചുരുക്കാം എന്നൊക്കെ പറയില്ലേ, അതാണ് മിറ്റിഗേറ്റ്. ഓക്കെ, മിറ്റിഗേറ്റ് ഒരു വേർബ് ആണ് കേട്ടോ, ഓർത്തോളാം. അടുത്ത മെൻറ്റ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് ദ വോൾസ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. മെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യാം, ഫിക്സ് സംതിങ്, റിപ്പയർ സംതിങ്, റീസ്റ്റോർ, റെനോവേറ്റ്, പാച്ച്, അതിനൊക്കെയാണ് മെൻഡ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, മെൻറ്റ് ചെയ്യാന്ന് പറയാൻ നമ്മൾ പറയില്ലേ റിപ്പയർ ചെയ്യാന്നാണ്. ഇപ്പൊ ഇമ്പയർ ചെയ്യാൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളൊരു കാര്യത്തിനെ റൂയിൻ ചെയ്യുക, അതാണ് നമ്മൾ പറയുന്ന ഈ മെൻറ്റ് അമെൻഡ് ഒക്കെ കേട്ടിട്ടായിരിക്കും അല്ലേ. അമെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ അതിന് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ മെൻറ്റ് ചെയ്യുക റിപ്പയർ ചെയ്യാണ്. പിന്നെ ഇമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ സ്പോയിൽ ചെയ്യാണ്, റൂയിൻ ചെയ്യാണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഇമ്പയർ, സ്പോയിൽ, റൂയിൻ എന്നൊക്കെ പറയുന്ന കാര്യം. മെന്റിന്റെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി കേട്ടോ. That's it. Okay, let me see your sentences. Okay, the investors are expected to stand in gain. Stand in gain. Oh, ഒരു സെക്കൻഡ്. Stand to gain. Stand in gain അല്ലേ. Like stand to gain while investing money in share markets. കേട്ടോ, stand to gain. Stand in gain is wrong. കേട്ടോ. He closed off me from his house. Okay, all right. He prevented me entering his house. Okay. Nandisha, good morning. IBയുടെ നോട്ടിഫിക്കേഷൻ വിഡ്രോ ചെയ്തോ? ആ ശരത്തെ, IBയുടെ താൽക്കാലികമായി വിഡ്രോ ചെയ്തു. എന്തോ ചെറിയ അവിടുത്തെ എന്തോ പോളിസി എന്തോ പ്രോബ്ലം ഉണ്ട് അവിടെ, അതുകൊണ്ട് താൽക്കാലികമായി വിഡ്രോ ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് കംപ്ലീറ്റ് വിഡ്രോ ചെയ്തു. ആദ്യം MTS വിഡ്രോ ചെയ്തായിരുന്നു, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഫോർ എ ടെമ്പററി പേർപ്പസ് ആണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എത്ര കാലത്തിന് ശേഷം തിരിച്ചു വരാം. ലെറ്റ്സ് സീ, നോക്കാം. Beware when you go dating with her, you should square off for everything, for each thing. Okay. My promotion is in stands to gain. Is in stands to gain പറയില്ല. ഇന്ന് പറയണമെങ്കിൽ അവിടെ noun വേണ്ടേ? Stand noun അല്ലല്ലോ, it's a verb അല്ലേ. അപ്പം my promotion is standing to gain എന്ന് പറ. My promotion is standing to gain. അല്ലെങ്കിൽ my promotion stands to gain എന്ന് പറഞ്ഞു. അത് കറക്റ്റ്. My promotion stands to gain. ഓക്കെ അല്ലേ? അതാണ്. അടുത്ത് നോക്കാം. The demagogue. ഇന്നലെ നീ പറഞ്ഞ സെൻറ്റൻസ് അല്ലേ. The demagogue ordered his personnel to close off the service rod to omit the quagmire situation owing to alteration work of service rod. That's great. Cars have become an indispensable part of our lives. Yes, it has. Mobile phones are indispensable in everyone's life. Everyone ന്റെ സ്പെല്ലിംഗ് മാറിപ്പോയേ. ആ once upon a time, ഒരിക്കൽ എന്ന once ആണ് ഇപ്പൊ ആദ്യത്തെ ഇട്ടേക്കണേ. 2 once ഉണ്ടേ. ആദിത്യ ശ്രദ്ധിക്കണേ, ആദ്യത്തെ ഉദ്ദേശിക്കുന്ന വൺ ഏതാ? ഈ once once in a lifetime, ഒരിക്കൽ, ഈ അർത്ഥം. മറ്റേ വൺസോ അതാണ് ആൾക്കാർ അല്ലെ. വൺസ്, ഇത് വണ്ണിന്റെ പ്ലൂറൽ, ഇതാണ് വേണ്ടത്. വൺസ് ഒരാളുടെ ലൈഫ്. വൺസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കണേ, എസ് കഴിഞ്ഞിട്ട് വൺ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കണേ, എന്നാലും അപ്പസ്ട്രോഫി എസ് കൊടുക്കണേ, വൺസ് ആരർത്ഥം കൊടുക്കണം, അതാണ് വൺസ് ഇവിടെ വേണ്ടത്. You are an indispensable person in my life. That's great. Children are always keen to watch cartoons. അയ്യോ, ചിൽഡ്രൻസിന് അപ്പസ്ട്രോഫി വേണ്ടല്ലോ. അത് ചിൽഡ്രൻ, കുട്ടികളുടെ ദിവസം. ചിൽഡ്രൻസ്, കുട്ടികളുടെ അല്ല, കുട്ടികൾ ആർ അല്ലെ ആണ്. അപ്പൊ അവിടെ ചിൽഡ്രൻ മതി. പ്ലൂറൽ ചിൽഡ്രൻ തന്നെയാ. ചൈൽഡിന്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. സോ ചിൽഡ്രൻ ആർ ഓൾവേസ് കീൻ മതി കേട്ടോ. ആദിത്യ, വി ഡോണ്ട് വാണ്ട് അപ്പസ്ട്രോഫീസ് അവിടെ വേണ്ട. Hard work and smart work are the indispensable parts of success. Yes, they are. He was a keen follower of Gandhi's ideology. Great. Aditya is an indispensable person in my life. That's great. He is a keen observer. Great. His exam is an indispensable one in your life, so never shrug aside. That's great.
never struck aside it അല്ല സുബി, never struck it aside, struck it aside കൊടുക്കണേ. അപ്പൊ ലൈവിലുള്ള പിള്ളേരൊക്കെ ഒന്ന് ഉഷാറായിട്ട് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അതുപോലെ ഇന്നലത്തേക്കാൾ കുറച്ചൊരു കുറവാണല്ലോ ആൾക്കാർ. അതുപോലെ ലൈവിലുള്ളവരെല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട് പിള്ളേരെ. എന്താണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം അല്ലേ? ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. അടുത്ത് നോക്കട്ടെ. Football fans are keenly waiting for the Qatar World Cup. All right, that's great. In the short run, adequate infrastructure management and cognizant literate human domain is indispensable among your rural communities of our state. Yeah. Vinu cited that Shamas is very keen to marry by just observing the sentence formation. Adivoli. രണ്ടുപേരും കൂടെ തുടങ്ങി ഇനി. You must cite all quoted, paraphrased or summarized words, ideas and facts from sources. That's great, Sharath. റിസർച്ചിലൊക്കെ നമ്മൾ പറയുന്ന പോലെ I'm keen to know the secret of your success. That's great. In some situations, being calm can mitigate many problems. ആണ് അല്ലെ? ഇത് നമ്മൾ പറയാറില്ലേ എന്താ, മൗനം വിദ്വാന് ഭൂഷണം. If you mitigate your study time, it will negatively affect you. That's great. The bank decides to mitigate the rate of interest on fixed deposits. That's great. Food is an indispensable part of life. Of course, he's mending his car. That's great, just now. He was mending the house as it was his daughter's wedding. That is great. You should cite the name of people who helped you to complete the project in your thesis acknowledgement session. That's great. That's great. She was so keen to lay down the new project. That's great. Formulate, lay down. That's great. Moving on to next set, dispensation. എന്താണ് dispensation? Dispensation രണ്ട് മീനിങ്. നൗൺ ആണ്, TION വാക്കുകൾ അല്ലേ? അപ്പോ population അറിയാലോ, TION വാക്കുകൾ അല്ലേ? എല്ലാം determination അല്ലേ? എല്ലാ TION വാക്കുകൾ വന്നാലും ഓർത്തോ ദാറ്റ്സ് നൗൺ. അപ്പൊ dispensation രണ്ടർത്ഥമാണ്. ഒന്ന് dispensation കിട്ടിയെന്ന് പറഞ്ഞാൽ exemption കിട്ടി, ഇളവ് കിട്ടി എന്നൊക്കെ പറയാം. നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുക, ഇമ്മ്യൂണിറ്റി ഒരു കുറവ്, നമ്മൾ അവിടെ നിന്ന് അല്ലെ എക്സെപ്ഷൻ കിട്ടും. നമുക്ക് എക്സെപ്ഷൻ ഓർ ഇമ്മ്യൂണിറ്റി, തിങ്സ് ലൈക്ക് ദാറ്റ്. എന്നാൽ വേറൊരു അർത്ഥമുണ്ട്, അക്കോർഡിംഗ് ടു ആർ ഡിസ്പെൻസേഷൻ, നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, സിസ്റ്റം, ഓർഡർ, സ്കീം, അതും ഡിസ്പെൻസേഷൻ ആണ്. ഓർക്കണം, ഡിസ്പെൻസേഷന് രണ്ടർത്ഥമാണ്. ഒന്ന് സ്കീം, സിസ്റ്റം, ഓർഡർ എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തെ ഡിസ്പെൻസേഷൻ ഇസ് എക്സംഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. നമുക്കൊരു കാര്യത്തിൽ നിന്നൊരു ഒരു ഇത് കിട്ടുവാണ്, ഒരു ഇളവ് കിട്ടുവാണ്. ദാറ്റ്സ് വാട്ട് ഡിസ്പെൻസേഷൻ ഇസ്. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്താണ് റപ്ചർ. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ റപ്ചർ, ഒരു ബ്രേക്ക് അല്ലെ, ഫ്രാക്ചർ ചെയ്യുക, സെവർ കട്ട് ചെയ്യപ്പെടുക അല്ലെ. നമ്മൾ കട്ട് ചെയ്യില്ലേ രണ്ടായിട്ട്, അതിനെ സെവർ ചെയ്യാൻ പറയാം. സെവർ, ഫ്രാക്ചർ ഒക്കെ വേർബായിട്ട് ഉപയോഗിക്കാം. സെയിം വേ ബ്രേക്ക് വേർബായിട്ട് ഉപയോഗിക്കാം, നൗൺ ആയിട്ട് ഉപയോഗിക്കാം. എസ്ട്രേഞ്ച്മെന്റ്, റിഫ്റ്റ്, ബ്രേക്ക്, അതൊക്കെയാണ് റപ്ചർ എന്ന വാക്കിന്റെ അർത്ഥം. നൗൺ ആയിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് റപ്ചർ. അറിയാമായിരിക്കുമല്ലോ. അടുത്തത് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. വാട്ട് ഇസ് റീഇൻസ്റ്റേറ്റ് ചെയ്യുക? റീഇൻസ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, റീസ്റ്റോർ ചെയ്യുക. ഒരു കാര്യം നമ്മൾ പുനർനിർമ്മാണം അല്ലെ, അതിനാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യുക. പുട്ട് ബാക്ക്, റീപ്ലേസ് സംതിങ്, ബ്രിങ് ബാക്ക് സംതിങ്, റീഇൻസ്റ്റേറ്റ് ദ ഐഡിയ. ആ ഐഡിയ റീഇൻസ്റ്റേറ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് കേരള പ്രോജക്ട്, ലെറ്റ്സ് റീഇൻസ്റ്റേറ്റ് ദ ഐഡിയ ഓർ ലെറ്റ്സ് റീഇൻസ്റ്റേറ്റ് ദ കേരള പ്രോജക്ട് എന്ന് പറഞ്ഞത് ലെറ്റ്സ് പുട്ട് ബാക്ക് അല്ലെ, ലെറ്റ്സ് ബ്രിങ് ദ ഐഡിയ ബാക്ക്, തിരിച്ചു കൊണ്ടുവരിക, അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യുക. നമ്മൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരിക, ദാറ്റ് ഈസ് റീഇൻസ്റ്റേറ്റ്. ഓർത്തോണം. അടുത്ത സ്റ്റിയർ ചെയ്യാം. സ്റ്റിയറിംഗ് വീൽ നമ്മൾ സ്റ്റിയർ ചെയ്യുന്നത് എന്തിനാ? ഗൈഡ് ചെയ്യാൻ വേണ്ടിയല്ലേ. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിയറിംഗ് വീൽ അല്ലെ, നടന്നു പോകുമ്പോഴല്ല, വണ്ടി ഓടിക്കുമ്പോൾ. സോ ഗോഡ്, സ്റ്റിയർ ചെയ്യാം. സോ നമ്മൾ സ്റ്റിയർ ചെയ്യാന്നുള്ള അർത്ഥത്തോളം ഗൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിറക്റ്റ് ചെയ്യാം, മനൂവർ ചെയ്യാം, ഓർ നാവിഗേറ്റ് ചെയ്യാം, ദാറ്റ് ഇസ് സ്റ്റിയർ. ഓക്കെ. അടുത്ത ഫാറ്റൻ. അറിയാലോ, ഫാറ്റൻ തടിച്ചു കൊഴുപ്പിക്കുക എന്നൊക്കെ പറയല്ലേ, ഫാറ്റൻ ചെയ്യുക. സോ ഫാറ്റൻ മീൻസ് വാട്ട്? ഫീഡ് ചെയ്യുക അല്ലെ, ഫാറ്റൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഫാറ്റൻ ദ കമ്പനി, I don't want to fatten the company, I don't want to feed the company. കമ്പനി ഫീഡ് ചെയ്യാനല്ല ഞാൻ ചെയ്യുന്നത് എന്ന് പറയില്ലേ. സോ ബിൽഡ് അപ്പ്, വൈഡൻ, എക്സ്പാൻഡ് ചെയ്യാണ്. നമ്മൾ നമ്മുടെ മേഖലയെ എക്സ്പാൻഡ് ചെയ്യാണ്. സോ ബൗണ്ടറീസ് കുറച്ചുകൂടെ വലുതാക്കുകയാണ്, വൈഡൻ ചെയ്യാണ്. അതിന് നമുക്ക് ഫാറ്റൻ ചെയ്യാന്ന് പറയാൻ പറ്റും. സോ ഫാറ്റൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഓർത്ത് വെച്ചോടെ. ബിൽഡ് ചെയ്യുക, ബിൽഡപ്പ് ചെയ്യുക, ഓർ ഫീഡ് ചെയ്യുക, ഓർ വൈഡൻ, എക്സ്പാൻഡ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? Let me see other sentences. Indian Polity, a book written by Lakshmikant, is cited as one of the best study materials of those who are preparing for KS. Yes, you are an indispensable part of my life. That's great, Pravi. Last week, Ali granted for a half-day leave in order to mend his bike following an immediate breakdown in the middle of the highway. Okay, that's great. The president cites the soldiers for their courage.
commented. That's great sentence, Shamli. You should take a rupture now. You should take a no, don't use that rupture ഇവിടെ rupture ഉപയോഗിക്കല്ലേ. ആ rupture എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ you need a break, you need a respite നമ്മൾ പറയും അല്ലേ. Let's have a quick break. ആ break is different. ആ ബ്രേക്കും മുറിഞ്ഞു പോവുക ബ്രേക്കും ഇസ് ഡിഫറെന്റ് ആണ്. ഒരു കാര്യം ബ്രേക്ക് ചെയ്യുക, പൊട്ടുക, മനസ്സിലായോ? ആണ് റപ്ചർ, അതാണ് റപ്ചർ. ഓക്കെ, റപ്ചർ ഇൻ ദ സർഫസ് ഓഫ് ബിൽഡിങ്ങിന്റെ സർഫസിൽ ഒരു ബ്രേക്ക് ഉണ്ടായി, വിള്ളൽ ഉണ്ടായി പറയില്ലേ, ആ വിള്ളൽ ആൻഡ് ഇത് നെഗറ്റീവ് ബ്രേക്ക് ആണ്. മറ്റേ ബ്രേക്ക് എന്താ? പോസിറ്റീവ് ആണ്. നമ്മൾ പറയില്ലേ ഫ്രീ ടൈം ഓർ എ ബ്രേക്ക്, ഒരു ചെറിയൊരു ടൈം ഇല്ലേ, ലെറ്റ്സ് ടേക്ക് എ 5 hours ആണ്. ആ ബ്രേക്ക് ഇസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ റപ്ചർ പറയില്ല ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് അല്ലെങ്കിൽ യു ടേക്ക് എ റപ്ചർ നൗ, നോ, ആ റപ്ചർ ഇവിടെ വരത്തില്ല. യൂസ് ബ്രേക്ക് തന്നെ അവിടെ കേട്ടോ. രണ്ടർത്ഥം കൊണ്ട് ബ്രേക്കിന് ഓർത്തോണേ, അത് എനിക്ക് അതാണ് അതിന് മീനിങ് മാറിപ്പോ. മീനിങ് പോയില്ലേ, കോണ്ടെക്സ്റ്റുവൽ മീനിങ് പോയി. Ivan ruptured the ribs of Koshi. Okay, ഇത് കറക്റ്റ്. In a fight between them, അയ്യപ്പനും കോശിയിലും. That's right. You should fatten your knowledge through consistent reading. Great, of course you should, അല്ലേ. കൂട്ടിക്കൊണ്ടേയിരിക്കുക, expand your horizon of knowledge through reading എന്ന് പറയാം അല്ലേ. You will see the difference. ഉറപ്പായിട്ടും കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ you will see the difference. Ellen must expeditiously omitted many persons without dispensation after taking charge of CEO, and many of us are denigrated this pugnant. Many of us are denigrated because of denigrated this എന്ന് പറയില്ലടാ വിനു. denigrated എന്ന് പറയുമ്പോൾ തന്നെ പാസിവൈസേഷൻ ഉപയോഗിച്ചു. പാസിവൈസേഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ അതിനെ നമുക്ക് ട്രാൻസിറ്റീവ് verb ആയിട്ട് ഉപയോഗിക്കാം? അത് ഇൻട്രാൻസിറ്റീവ് ആയി മാറൂലേ. അപ്പൊ ഇങ്ങനെ ഓർക്കണം, many of us are denigrated by this pugnant activity എന്ന് കൊടുക്കാം. He got a dispensation from the seminar. All right. അല്ലേ, അത് നോക്കാം. She got dispensation from new project since it is her marriage next week. Okay, exception. Okay, Rindimam steers me in reading the editorial session. Oh, I'm glad to hear that. The timely interruption of doctor mitigated the injury and prevented rupturing of bones. That's great. That's a great sentence. Moving to next set. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇസ് എ ബിഗർ വൺ, ഒരു വലിയ എക്സാം ആണ് വരാൻ പോകുന്നത്, വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ പ്രിപ്പയർ ഫോർ ദാറ്റ്. മാത്രമല്ല ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഡിഗ്രി പ്രിലിംസിൽ കാണുന്നുണ്ട്. സോ ചെറിയ എന്താണ് സംതിങ് ഫിഷ് ഈസ് ഗോണ ഹാപ്പൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് November 4. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാം. ബേസ് തീരെ ആണെങ്കിൽ പഠനം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ബാച്ച് ഇവിടെ റെഡിയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യണം. മറ്റുള്ളവർ നിങ്ങളുടെ കസിൻസ്, നിങ്ങൾ അറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. Y314 എന്ന കോഡ് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങണം. ഇപ്പൊ ഡിഗ്രി ഒക്കെ പഠിക്കുന്നവരോട് കൂടെ പഠിച്ചു പോകാം. പഠിക്കുന്ന ആ ഒരു പ്രായത്തിൽ പഠിക്കുമ്പോൾ ഒരു ഉഷാർ കിട്ടും. ജസ്റ്റ് ഒരു അരമണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് പയ്യെ 1 മണിക്കൂറോട് മാറ്റാൻ പറയാം. അപ്പൊ തന്നെ മാറ്റം വരും. അത് നിങ്ങൾ നിങ്ങളുടെ കസിൻസോ അനിയന്മാരോടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. സോ കോഡ് അറിയാലോ, Y314. അതുപോലെ തന്നെ VFA വെബ് കോഡ് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം PYQ സെഷൻസ് ചെയ്തായിരുന്നു. ഞാൻ പഴയ PYQ, ഒരു വർഷത്തെ PYQന്റെ കൊറ്റിങ്ങിനെ നോക്കി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കി. ഇനിയും ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ പഠിച്ച് ഏതൊക്കെ മോഡുലേഷനിൽ പഠിക്കണം എന്നൊക്കെ പഠിക്കണം. കഴിഞ്ഞ പ്രിലിംസിൽ നമുക്ക് ഇംഗ്ലീഷ്, മാത്ത്, മലയാളം ഇല്ലായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കൊടുക്കുക ഇത്തവണ. അതുപോലെ തന്നെ GK ഒക്കെ പൊടിതട്ടെടുക്കുക. GK പഠിച്ചുകൊണ്ടിരുന്നവരെ പൊടിതട്ടെടുക്കുക. VFAയുടെ ഒക്കെ റിസൾട്ട് വരുമ്പോഴേക്കും പഠിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയിട്ട് പറ്റണില്ലെങ്കിൽ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. കോഴ്സ് ഉണ്ട്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത November 2. നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അതുപോലെ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. Y314 കോഡ് ഉപയോഗിക്കാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ലെറ്റ്സ് മൂവ് ടു our last set of words, indigenous. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു അഡ്ജക്റ്റീവ് ആണ് indigenous. എന്താണ് indigenous? indigenous എന്ന് പറഞ്ഞാൽ തനതായ എന്ന് നമ്മൾ പറയും. നേറ്റീവ് അല്ലെങ്കിൽ അബോറിജിനൽ, ലോക്കൽ, ഇനീഷ്യൽ എന്നൊക്കെ നമ്മൾ പറയുന്നതിനാണ് ഇൻഡിജിനസ് എന്ന് പറയുന്നത്. ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി, ഇൻഡിജിനസ് ട്രൈബ്, ഇൻഡിജിനസ് പ്ലാന്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അതാണ് ഇൻഡിജിനസ് എന്നർത്ഥം. നേറ്റീവ് ആയിട്ടുള്ള, തനതായിട്ടുള്ള, അവിടെ തന്നെ ഉള്ളത്, അബോറിജിനൽ ആയിട്ട് അവിടെ വളർന്ന് അവിടെ തന്നെ ഉള്ളത്, ലോക്കൽ ആയിട്ടുള്ള, ഇനീഷ്യൽ ആയിട്ടുള്ള, ദാറ്റ് ഈസ് വാട്ട് ഇൻഡിജിനസ് മീൻസ്. ഓർത്തോണേ. അടുത്ത ഹെഫ്റ്റ്. ഹെഫ്റ്റ് കേൾക്കുമ്പോൾ നൗണും വേർബും ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം, അത് ഓർത്തോണം. ഹെഫ്റ്റി ഉണ്ട്, ഹെഫ്റ്റി അഡ്ജക്റ്റീവാ. ഈ നൗണിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് ഹെഫ്റ്റി. ഭയങ്കര വെയിറ്റ് ഉള്ളത് എന്ന് നമ്മൾ പറയും ആ സാധനം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ക്യാരി ആ സാധനം. ബർഡൻസം, അതാണ് ഹെഫ്റ്റി. ഹെഫ്റ്റി ലോൺ ഓർ ഹെഫ്റ്റി പേയ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയും. പൈസ ഹെഫ്റ്റി, ഭയങ്കര ഹെഫ്റ്റി എമൗണ്ട് എന്നൊക്കെ പറയാം. സോ ഹെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വെയിറ്റ്. ദാറ്റ്സ് ഇറ്റ്. നൗൺ ആയിട്ട് വരുമ്പോൾ വെയിറ്റ് ഉള്ളത്, ദാറ്റ്സ് വെയിറ്റ്. ആൻഡ് വെയിങ് എന്ന് പറയില്ല അഡ്ജക്റ്റീവ്, അതാണ് ഹെഫ്റ്റിയുടെ അർത്ഥം. ഹെഫ്റ്റ് എന്ന് പറയുന്ന വേർബിന്റെ അർത്ഥം ലിഫ്റ്റ് ചെയ്യുക, റേസ് ചെയ്യുക, ഹീവ് ചെയ്യുക, ക്യാരി ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഹെഫ്റ്റ് ഇസ്. ഹെഫ്റ്റ് ചെയ്യുക, വെയിറ്റുള്ള സാധനം നമ്മൾ ക്യാരി ചെയ്ത് നടക്കില്ലേ, ദാറ്റ്സ് വാട്ട് ഹെഫ്റ്റ് ഇസ്. വേർബ് ആയിട്ട് പറയും.
അടുത്തത് adjective ആണ് intact. എന്താണ് intact? Your knowledge is intact, your knowledge is whole, entire, complete, perfect. How is my dress? How is my costume? എന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ പറയും you are intact, perfect. പറയില്ലേ? അതാണ് intact. It's an adjective. ഓർത്തോണേ, intactന്റെ പ്രത്യേകത വെച്ചാൽ it's an absolute adjective ആണ്. പക്ക മീനിങ് തന്നു, കംപ്ലീറ്റ് എന്ന അതിന്റെ അർത്ഥം. ഓക്കെ, ദാറ്റ് ഇസ് intact. ഓക്കെ, ലൈവിലുള്ളവരൊക്കെ എന്താ പിള്ളേരെ ഒന്ന് ഉഷാറായിട്ട് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിലേ ഒരു ലൈക്ക് ഇട്ടേ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ആ സോനൽ ലേറ്റ് ആയി പോയോ? കുഴപ്പമില്ല, ലേറ്റ് ആയി നീ വന്നില്ലോ, അത് മതി. He's sad because his toys are rupture അല്ല ജസ്റ്റ് because his toys are rupture ചെയ്യപ്പെട്ടു കേട്ടോ. അപ്പൊ ruptured കൊടുക്കണേ, പാസീവൈസേഷൻ B+V3 ഫോം, ആറും ruptured എന്ന തേർഡ് ഫോം കൊടുക്കാം കേട്ടോ. You can fatten your vocabulary through this class. Of course you can. Steering a person in life is a pivotal one. You are doing the same in a proper way and it is grinding on day by day. Great. Grinding on എപ്പോഴും എനിക്ക് പ്രവീണിൽ നിന്നും വിനു ആണ് കൂടുതലായിട്ട് grinding on ഓർക്കുക. ഞാൻ എപ്പോഴും ഓർക്കും. ഹവ മോളെ, ഗുഡ് മോർണിംഗ്. Fatten your knowledge about everything. Of course, അല്ലെ, എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ ഉള്ളതല്ല എപ്പോഴും. There was this distaste among the group members when I reinstated my old project. That's great. I'm in prospect that I will I'm in a prospect that will devise a plan to steer the Twitter properly after rupturing the fake accounts. That's great. My teacher steers me to complete the project. That's great. Jamnapari, a breed of goat, is indigenous to Edatwa. Okay. Etawa. Okay. UP. All right. Have two children in an intact way. That's great. That's great. I can't have to back. I can't lift back. That's great. Moving on, middling ഓർത്തോണേ, മിഡ്ലിങ്ങും മെഡ്ലിങ്ങും ഉണ്ട്. മാറിപ്പോരുത്. മെഡ്ലിംഗ് ഇസ് ഡിഫറെന്റ് ആൻഡ് മിഡ്ലിംഗ് ഇസ് ഡിഫറെന്റ്. മെഡൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മെഡ്ലിംഗ് ആണെങ്കിൽ എന്താ അർത്ഥം? മെഡൽ ചെയ്യുക, ഒരു കാര്യത്തിൽ ഇടപെടുക, ഇന്ററപ്റ്റിംഗ്. മെഡൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റിംഗ് ആണ് കേട്ടോ. ഒരു കാര്യത്തിൽ കയറി ഇടപെടില്ല, നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാണ്ടല്ലേ, അത് കയറിയിട്ട് വെറുതെ കയറി ഇൻവോൾവ് ചെയ്യുന്നതിന് മെഡൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുളമാക്കണം. അതിൽ മീഡിയേറ്റ് അതിൽ കയറി ഇടപെടുന്നതിനാണ് ഇന്റർവീൻ ചെയ്യാം. ഇന്ററപ്റ്റിംഗ്, ഇന്റർവീനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനാണ് മെഡലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മിഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് തന്നെയാണ്. ആവറേജ്, സ്റ്റാൻഡേർഡ്, നോർമൽ, മോഡറേറ്റ്, ഒരു ഏറെക്കുറെ അല്ലെ മോഡറേറ്റ് ആയിട്ടുള്ള, നോർമൽ ആയിട്ടുള്ള, ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള, ആവറേജ് ആയിട്ടുള്ള, ദാറ്റ് ഇസ് മിഡ്ലിംഗ് കേട്ടോ. മിഡ്ലിംഗ് എന്ന് പറയുന്നത് ആവറേജ്, സ്റ്റാൻഡേർഡ്, നോർമൽ, മോഡറേറ്റ് എന്നൊക്കെയാണ്. അടുത്ത വാക്ക് വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്, നിങ്ങൾക്കറിയാം, ഇൻട്രിൻസിക് ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻട്രിൻസിക്, ദാറ്റ് ഇസ് ഇൻട്രിൻസിക് ടു യു. ദീസ് ടാലന്റ്സ് ആർ ഇൻട്രിൻസിക് ടു യു. ഇൻട്രിൻസിക് ആണ്, നിന്നോട് ഭയങ്കര ഇൻട്രിൻസിക് ആണെന്ന് പറയുന്നേക്കാം. എന്നുവെച്ചാൽ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് വാല്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നേറ്റ് ആണ്, ഇൻബോൺ ആണ്, നിന്റെ ഉള്ളിലുണ്ട്, വിത്തിൻ, എക്സിസ്റ്റിംഗ്, ഇൻഹെറന്റ്, നിനക്കത് എന്താ ജന്മന ഉള്ളതാന്ന് പറയില്ലേ, ദാറ്റ് ഇസ് ഇൻട്രിൻസിക്. ഓർത്തോണെ, ഇൻട്രിൻസിക് എന്നർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ഓർത്തോണെ. No one is intact in the world. No one is perfect in the world. That's great. Riya accompanied Rintimus for hefting her luggage at the time of flying. That's great. Okay. Nagamirchi is an indigenous product of Nagaland. All right. My friend steered me to complete the limbo assignments. Okay. Pending അതല്ലേ, മറ്റേ ലിംബോ ഞാൻ ഇപ്പോഴും പറഞ്ഞായിരുന്നു, അതിന്റെ മീനിങ്ങിന്റെ വ്യത്യാസമല്ലേ. യു റിമെമ്പേർഡ്. ഗ്രേറ്റ്. Myriad Russian invasion put the Ukrainian indigenous community in a heinous dilemma for steering their independence. Yes, kangaroos are indigenous to Australia. Yeah, that's great. ആണ്, ഓസ്ട്രേലിയയുടെ മാത്രം സ്വന്തമാണ് നമ്മുടെ പൗച്ചുള്ള നമ്മുടെ കാംഗറു അല്ലേ. യെസ്, ഗ്രേറ്റ്. അപ്പൊ നമുക്ക് പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ട്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മുടെ വൊക്കാബുലറി ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് വേഗം പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ട്. അപ്പോൾ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ട് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാത്തവർ ലൈക്ക് ഇടുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. ലെറ്റ്സ് മൂവ്. അപ്പോൾ മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. അതാണ് മ്യൂച്വൽ ബെനിഫിറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോത്ത് ഇന്ത്യ ആൻഡ് ദ US സ്റ്റാൻഡ് ടു ഗെയിൻ ബൈ എൻഹാൻസിംഗ് കോപ്പറേഷൻ ഓൺ ട്രേഡ്. അപ്പോൾ രണ്ടും ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ വേണേ നമുക്ക് കിട്ടാം അല്ലെ. ഒരു നമ്മളൊരു ട്രേഡ് ഇതിലോട്ടൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം അല്ലെ, ചിലപ്പോൾ രക്ഷപ്പെടാം, ചിലപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യത്തിന്റെ കളി എന്നൊക്കെ നമ്മൾ പറയാറില്ല. ബട്ട് ആ ലക്ക് വേണോ വേണ്ടിയോ എങ്ങനെ പോകണം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും, അതിനെ ഡിറക്റ്റ് ചെയ്യേണ്ടത് നമ്മളായിരിക്കും കേട്ടോ. Middling marks are enough for passing this exam. That's great. Okay, great. അപ്പോൾ നോക്കാം.
അപ്പോൾ ഇന്ത്യയുടെ യുഎസിന്റെ കാര്യം നമുക്ക് നോക്കാം. ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലൻ's visit to India last week highlights a renewed focus in the US on strengthening economic ties with Asia's third largest economy and one of America's indispensable partners. The current global environment, with its macroeconomic, trade, and strategic challenges, makes it all the more compelling for the world's two largest democracies to deepen their engagement in a way that is mutually beneficial. In Delhi, Mr. Yellen emphasized that the United States and India share an interest in strengthening our supply chains in a നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം യുഎസിന്റെ ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലൻ വന്നിരുന്നു ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ. അപ്പൊ അവര് എവിടെ വന്നു? നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ന്യൂഡൽഹി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ വന്നപ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്ത കാര്യം വെച്ചാൽ യുഎസിന്റെ ഒരു പുതിയ ഫോക്കസ് ഉണ്ട്. ഇപ്പോൾ റിന്യൂ ചെയ്ത് പുതിയ ഫോക്കസ് ഉണ്ട്. ഇന്ത്യയുമായിട്ടുള്ള എക്കണോമിക് ടൈസ് ഒന്ന് മുറുക്കണം, ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ വന്നത് അല്ലെ. അപ്പോൾ ഓരോ പുതിയ ഇൻവെസ്റ്റ്മെന്റ്, പുതിയ ഇക്കണോമിക് ടൈസ് നമുക്ക് എപ്പോഴും സന്തോഷമുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഏഷ്യയിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമിയാണ്. മാത്രമല്ല അമേരിക്കക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. സോ ഗുഡ് അ ടൈ ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. സോ ഈ പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു എൻവയോൺമെന്റൽ ഗ്ലോബൽ എൻവയോൺമെന്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരുപാട് ചാലഞ്ചസ് ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ മാക്രോ എക്കണോമിക് ചാലഞ്ചസ്, ട്രേഡ് ചാലഞ്ചസ്, സ്ട്രാറ്റജിക് ചാലഞ്ചസ്, അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഉള്ള കാലഘട്ടത്തിലും വളരെ കമ്പലിംഗ് ആണ് ഈ പറയുന്ന കമ്പലിംഗ് ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ രണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഇക്കോണമിയാണ്, യുഎസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഇക്കോണമി ഇന്ത്യയിലെ വേൾഡിൽ. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ ബെനിഫിറ്റ് വരുത്തുന്ന രീതിയിൽ ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പലിംഗ് ഉണ്ട്, പ്രശ്നം ഉള്ളതാണ്. അപ്പം ഡൽഹിയിൽ വെച്ച് യെലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും രണ്ടും, യുഎസും ഇന്ത്യയും അവർ രണ്ടുപേരും അവർ ഷെയർ ചെയ്യുന്ന അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിനിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നില്ലേ. ഇൻ എ വേൾഡ് where certain governments wield trade as a geopolitical weapon, പലരും ജിയോപൊളിറ്റിക്കൽ വെപ്പൺ ആയിട്ട് കരുതുന്ന, റഷ്യക്കിട്ട് കുത്തിയില്ല, ഇത് റഷ്യക്കിട്ട് മാത്രമാണ്, ജിയോപൊളിറ്റിക്കൽ വെപ്പൺ ആയിട്ട് കരുതുന്ന ട്രേഡിനെ ആ സമയത്ത് നമ്മളെ പോലുള്ള ഒരു ടൈസ്, നമ്മളിപ്പോഴുള്ള ഒരു ബന്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് യെലൻ എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. Let's see. The US was particularly keen to minimize its vulnerability to supply chain disruptions and was therefore pursuing a strategy of friendshoring with India, a key element in the plan to cut its reliance on countries that present geopolitical and security risks to supply chain. Citing the Ukraine invasion and asserting that Moscow had weaponized its supply of natural gas to Europe, as well as challenges of China's dominance in the production of products such as solar panels, the underlined Washington's keenness to nurture local partners in developing countries to help. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കുറച്ച് പോരായ്മകളുണ്ടല്ലേ. നമ്മള് യുഎസിനെ സംബന്ധിച്ച് യുഎസിന് കുറച്ച് ദുർബലതകളുണ്ട്. ആ ബലഹീനതകൾ കുറയ്ക്കണം, മിനിമൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാര്യം എന്തുകൊണ്ടാ? ബിക്കോസ് ഈ പറഞ്ഞ ഒരുപാട് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് വന്നു ഉക്രൈൻ വാർ വന്നപ്പോൾ, ഇൻവേഷൻ വന്ന സമയത്ത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവരൊരു നല്ലൊരു ഇത് എടുക്കുവാണ്, ഫ്രണ്ട്ഷോർ ചെയ്ത് ഇന്ത്യയെ കൂടെ കൂട്ടിയേക്കാം. അപ്പൊ അത് വലിയൊരു കാര്യം. കാരണം മറ്റ് ഇവർ ഇത്ര കാലം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആ റിലയൻസ് കുറച്ചിട്ട് ആ റിലയൻസ് കുറഞ്ഞ് ഇവിടേക്ക് വരാം. കാരണം ഒരുപാട് സെക്യൂരിറ്റി റിസ്ക്കും പൊളിറ്റിക്കൽ പ്രോബ്ലംസും ഉണ്ട് സപ്ലൈ ചെയിനിൽ ബിക്കോസ് ഓഫ് ദ റഷ്യ ഇൻവേഷൻ. റഷ്യയുടെ ഉക്രൈൻ ഇൻവേഷൻ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല മോസ്കോയെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഗ്യാസിനെ വെപ്പണൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ജിയോപൊളിറ്റിക്കൽ വെപ്പൺ ആയിട്ടാണ് യൂറോപ്പിലോട്ടുള്ള നാച്ചുറൽ ഗ്യാസിന്റെ മൂവ്മെന്റിനെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അതുപോലെ അത് മാത്രമല്ല എങ്ങനെയാണോ നമ്മുടെ റഷ്യയിൽ നിന്നുള്ള പ്രശ്നം, അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ചൈനയുടെ ഡോമിനൻസ് എന്ന് പറയുന്നത് അല്ലെ. ചൈനയുടെ ഡോമിനൻസ് എന്ന് പറയുന്നത് ഈ ചില പ്രൊഡക്റ്റുകൾക്കുള്ള ഡോമിനൻസ് ഉണ്ട്. ലൈക്ക് സോളാർ പാനൽസിന് ചൈനയ്ക്കുള്ള ഡോമിനൻസ് കൂടുതലാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ വരുമ്പോഴേക്കും യെലൻ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ വാഷിംഗ്ടൺ DC, നമുക്ക് DC-ക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കീനാണ് ഇങ്ങനെയുള്ള ലോക്കൽ പാർട്ട്നേഴ്സിനെ നർച്ചർ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളെ പോലെയുള്ള ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ പാർട്ട്ണർഷിപ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. വി ആർ സോ ഈഗർ ടു, വളരെ താല്പര്യത്തോടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ടു മിറ്റിഗേറ്റ് ഓവർ കോൺസെൻട്രേഷൻ സെലക്ട് സപ്ലൈസ്. അപ്പൊ സെലക്ട് സപ്ലൈസ് ഉണ്ടല്ലോ, ചിലരിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചോ ഇവരിൽ നിന്ന് സപ്ലൈ കൂട്ടിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ റിഡ്യൂസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ലോക്കൽ പാർട്ട്നേഴ്സിന് ആവശ്യമുണ്ട് എന്നാണ് യെലന്റെ പക്ഷം. Okay, let's see what it is. Miss Yellen's visit also highlights the opportunities and challenges in the bilateral economic relationship, especially as the current dispensation in Washington moves to mend the ruptures caused by the Trump administration's antagonistic decisions on trade, including the withdrawal of duty-free access to Indian exporters under the Generalized System of Preferences (GSP), as well as a 2020 decision to put India back on the US Treasury's monitoring list.
over its current currency practices. The US is still to reinstate the GSP benefit, and exporters on both sides still faces challenges, notwithstanding the അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ അതിലോട്ട് വരാം. പറയുന്നതാണ് യെലന്റെ വിസിറ്റ് ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് യെലന്റെ വിസിറ്റ് ശരിക്കും കാണിച്ചു തരുന്നത്. മാത്രമല്ല എന്തൊക്കെ ചാലഞ്ചസ് നമുക്കുണ്ടോ, ഇങ്ങനൊരു ബൈലാറ്ററൽ രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ ടൈസ് വരുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കണം. കാരണം ഇന്നത്തെ ഒരു കറന്റ് ഡിസ്പെൻസേഷൻ ഇൻ വാഷിംഗ്ടൺ dispensation current system, ഇവിടെ dispensation is not മറ്റേ ഇത് ഇമ്മ്യൂണിറ്റി എക്സെപ്ഷൻ അല്ല, ഇവിടെ ഇന്നത്തെ കറന്റ് വാഷിംഗ്ടണിലെ സിസ്റ്റം അനുസരിച്ച് അല്ലെ എന്തൊക്കെ വരാം. കാര്യം ട്രംപ് കാരണം ഒരുപാട് റപ്ചേഴ്സ്, ഒരുപാട് വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു, എസ്ട്രേഞ്ച്മെന്റ് വന്നു, പല കൺട്രീസ് തമ്മിൽ അകൽച്ച വരെ വന്നിരുന്നു. അപ്പൊ അതിനൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം, ഒന്ന് റിപ്പയർ ചെയ്ത് ഒന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തെടുക്കുക അല്ലെ, അതിന് റീസ്റ്റോർ ചെയ്തെടുക്കുക. അത് തന്നെയാണ് ഇപ്പൊ മിസ് യെലൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രംപ് ഒരുപാട് പേരെ ശത്രുക്കളാക്കി മാറ്റിയായിരുന്നു ട്രംപിന്റെ ഡിസിഷൻ കാരണം. അപ്പോൾ ലൈക്ക് അതിനെ പറ്റി ഓർമ്മയായിരുന്നു ട്രംപ് ചെയ്തൊരു പരിപാടിയാണ് വിഡ്രോവൽ ഓഫ് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ടു ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ്. അത് മാറ്റിക്കളഞ്ഞായിരുന്നു, ഡ്യൂട്ടി ഫ്രീ ആക്സസിന്റെ വിഡ്രോ ചെയ്ത് കളഞ്ഞായിരുന്നു ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ. അത് GSP ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസിന്റെ കീഴിൽ വരുന്ന വിഡ്രോവൽ ഓഫ് ഡ്യൂട്ടി ഫ്രീ ആക്സസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഈ പറഞ്ഞ ട്രംപിന്റെ ആന്റഗോണിസ്റ്റിക് ഡിസിഷൻസിൽ പെടുന്ന ഒന്നായിരുന്നു. അത് മാത്രമല്ല 2020 ഡിസിഷൻ ഉണ്ടായിരുന്നു put India back on the, as well as 2020 decision to put India back on the US Treasury monitoring list over its currency practices. ഇന്ത്യയുടെ കറൻസി പ്രാക്ടീസസിന്റെ കാര്യമായിട്ട് ഇന്ത്യ മോണിറ്ററിംഗ് ലിസ്റ്റിലിടാം. അത് ഇന്ത്യ എപ്പോഴും ഒരു ഇവരുടെ ഒരു മോണിറ്ററിംഗ് ലിസ്റ്റിലാണ്. അപ്പൊ ലെറ്റ് ദ മോണിറ്റർ ആൻഡ് തീരുമാനിക്കാം, ഓക്കെ ഇന്ത്യയുടെ കറൻസി പ്രാക്ടീസ് ശരിയാണോ, തിരിച്ചു കൊണ്ടുവരണോ എന്നുള്ള രീതിയിലുള്ള ഒരു സർവൈലൻസിന്റെ ഒരു രീതിയിൽ ഇന്ത്യ ഇരുന്നു ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ആന്റഗോണിസ്റ്റിക് പ്രാക്ടീസസ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ കാലഘട്ടത്തിൽ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് പാച്ച് ചെയ്യാം, അതിനൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാം. അതിനാണ് ഇപ്പം മിസ് യെലന്റെ വരവ്. തിരിച്ചു വന്നിട്ട് ഇന്ത്യയെ തിരിച്ചു പിടിക്കണം, കൂടെ നിർത്തിയാലേ കാര്യമുള്ളൂ. ദാറ്റ്സ് വൈ US is still to reinstate, വീണ്ടും അത് റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, GSP ബെനിഫിറ്റിനെ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. അതേസമയം ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അല്ല US സംബന്ധിച്ചിടത്തോളം അവര് GSP ഇതിലോട്ട് ലിസ്റ്റിൽ നിന്ന് ഇന്ത്യയെ മാറ്റാൻ ഉള്ള കാര്യത്തിന് റെനോവേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്ന്. പക്ഷെ ചാലഞ്ചസ് ഒരുപാടുണ്ട്, അതിനെയും നമുക്ക് ടാക്കിൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് on the fact that the US is one of the India's largest trading partners. പക്ഷെ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാം, ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളാണ് US എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുഎസിന് എത്രത്തോളം ഇന്ത്യ വേണോ, ഇന്ത്യക്ക് എത്രത്തോളം യുഎസിനെയും വേണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇൻ ഫാക്ട് the International Trade Administration of the US notes in its investment climate summary on India that new protectionist measures, including strict enforcement and potential expansion of data localization measures, increased tariffs, and Indian-specific standards not aligned with international standards effectively closed off producers from global supply chains and restricted the expansion in bilateral trade and investment. With India set to take up the reins of the G20 presidency, New Delhi has a chance to steer the global economic and trade agenda towards greater equity, including on climate change. അപ്പോൾ ശരിക്കും യാഥാർത്ഥ്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഡിഫാക്ടോ ഇൻഫാക്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യുഎസിന്റെ ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷൻ നോട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യ നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇൻവെസ്റ്റ്മെന്റ് സമ്മറി ക്ലൈമറ്റ് സമ്മറി എടുത്ത് നോക്കുകയാണ്, ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും പുതിയ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ലൈക്ക് പുതിയ സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എക്സ്പാൻഷൻ ഓഫ് ഡേറ്റ ലോക്കലൈസേഷൻ, ഇന്ത്യയിലെ ഡേറ്റ ലോക്കലൈസേഷൻ മെഷേഴ്സിനെ പറ്റി, അതുപോലെ ഇംഗ്ലീഷ് താരിഫ്സിനെ പറ്റി, അതുപോലെ തന്നെ ഇന്ത്യൻ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് അലൈൻ ചെയ്തിട്ടില്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്ത് വെച്ചേക്കുവാണ്, ക്ലോസ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ നിന്ന്, അത് റെസ്ട്രിക്റ്റഡ് ആണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ബൈലാറ്ററൽ ട്രേഡിനെ ഇൻവെസ്റ്റ്മെന്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തടസ്സങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യ ഇപ്പം റെഡിയാണ്. ഇന്ത്യ ബിഗാൻ ടു വർക്ക്, ആക്ച്വലി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ ഇന്ത്യ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ അങ്ങനെ ഇന്ത്യ നിൽക്കുന്ന ഒരു അവസരത്തിൽ G20 പ്രസിഡൻസിയുടെ റെയിൻസ് ലീഡ് ചെയ്യാൻ ഇന്ത്യ റെഡി ആണെങ്കിൽ നമ്മുടെ ന്യൂഡൽഹിക്ക് ഒരു ചാൻസ് ഉണ്ട്. ഒരു കാര്യം ഗ്ലോബൽ ഇക്കണോമിക് ആൻഡ് അതുപോലെ തന്നെ ട്രേഡ് അജണ്ടയിൽ സ്റ്റിയർ ചെയ്യാൻ, അതിനെ ഡിറക്റ്റ് ചെയ്യാൻ ഇന്ത്യക്കൊരു അവസരം കിട്ടും. അപ്പൊ അവിടെയാണ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു അജണ്ട നമ്മുടെ മുമ്പിൽ, ഒരു അജണ്ടയിൽ ഒന്ന് മാത്രമാണ് ക്ലൈമറ്റ് ചേഞ്ച്.
അപ്പോൾ അതിൽ നമ്മൾ ലീഡ് ചെയ്യാൻ നിൽക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ ഇന്ത്യ റെഡി ആണെങ്കിൽ, എസ്പെഷ്യലി ഗിവൺ ബൈ മിസ് യെലൻസ് വോക്കൽ അഷുറൻസ്, പുള്ളിക്കാരി വാക്ക് കൊടുത്തു അല്ലെ, പറച്ചിലൂടെ വാക്ക് കൊടുത്ത ഒരാളാണ്. സോ ഓഫ് US ബാക്കിംഗ്, US സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ക്ലൈമറ്റ് ചേഞ്ചിന്റെ കൂടെ നിങ്ങൾ നിന്ന് G20യുടെ എല്ലാ കാര്യത്തിലും ലീഡ് എടുക്കുക, ഡയറക്റ്റ് ചെയ്യുക എന്ന് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് മിസ് യെലൻ പറഞ്ഞിട്ടുണ്ട്. So both sides stand much to gain by enhancing mutual trust and cooperation, particularly on trade. ശരിക്കും പറഞ്ഞാൽ ഇപ്പം രണ്ടുപേരും തമ്മിലൊരു എന്താ പറയാ, ഒരു പക്ക ട്രസ്റ്റിലായെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിൽ സെറ്റാം അല്ലെ. US ഇന്ത്യ തമ്മിൽ ചെറിയൊരു ഒരസൽ എപ്പോഴും ഉണ്ട്, എന്നാൽ അതേ സമയത്ത് നല്ല ഇതിലുമാണ്. അപ്പം ഇവിടെ മ്യൂച്വൽ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ സമയം എടുക്കും. ഓഫ് കോഴ്സ്, എസ്പെഷ്യലി കോപ്പറേഷൻ എന്തിന്റെ കാര്യത്തില, ട്രേഡിന്റെ കാര്യത്തിലായതുകൊണ്ട് വിൽ ടേക്ക് സം ടൈം. കാരണം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് ഒരുപാട് ഗ്യാപ്പ് വന്നിരിക്കുന്നതാണ്. അതൊന്ന് പാച്ചപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എന്നാലും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതാണ് ആർട്ടിക്കിൾ പറയുന്നത്. സോ രണ്ടുപേർക്കും ഗുണപ്പെടുന്ന സാധനമാണ്. സോ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് നല്ലതിന് വേണ്ടിയിട്ടാണോ നമുക്ക് അധികം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. In Tamil Nadu, indigenous language has a pivotal role. Of course it has. Unlike a middling person, he is an indigenous guy who has an intrinsic talent to undertake hefty works intact. Works പറയല്ലേ രാഹുലെ, വർക്ക്സ് പറയുന്നത് വർക്ക് പറയാം, ജോലി അല്ലെങ്കിൽ ജോബ്സ് പറഞ്ഞു. എന്താ ഹെഫ്റ്റി വർക്ക്സ് എന്ന് പറയുന്നത് ജോബ്സ് പറഞ്ഞു ഓക്കെയാണ്. പക്ഷെ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് an uncountable noun. Uncountable noun നമുക്ക് പ്ലൂറൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ അല്ലേ? മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ട പിള്ളേരെ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ. ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. A chilling trial court verdict that sentenced all 26 available accused to death in 1998 did not impress the Supreme Court. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. കുറെ പേര് ആൻസർ തന്നു കേട്ടോ, അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാധാരണ ഗതിയിലുള്ളതിനേക്കാളും കുറെ പേര് ആൻസർ തന്നു ഇതില്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തായിരുന്നു. പെട്ടെന്ന് പറഞ്ഞ ഇവിടുത്തെ എറർ, ചാടി ചാടി പറഞ്ഞ ഇവിടുത്തെ എറർ എന്താ? പറയൂ, എന്താണ് എറർ? എന്താണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടേ, ഡുവോ ഡസ്സോ ഡിഡോ അല്ലെ. ഡു ഫാമിലി ഏത് വന്നാലും ഓർത്തോണേ, ഡുവോ ഡിഡോ ഡസ്സോ, ഡു ഫാമിലി ഏത് വന്നാലും അതിൽ ഡിഡ് നോട്ട് വന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഇംപ്രസ്ഡ് വീണ്ടും കൊടുക്കണ്ട. അപ്പൊ ഇത് ഡബിൾ പാസ്റ്റ് ആയി അല്ലെ. ഓൾറെഡി എന്നെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി ഡിഡ് കൊടുത്തിട്ടുണ്ടോ, ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാ ഇംപ്രസ്ഡ് വേണ്ടേ? അതിന്റെ ആവശ്യമില്ല. V1 മാത്രമേ ആവശ്യമുള്ളൂ. കാര്യം എന്തുകൊണ്ടാണ്? ഡബിൾ ഇല്ലെങ്കിൽ അത് ഡബിൾ പാസ്റ്റ് ആയി. ഡബിൾ പാസ്റ്റ് ആയെങ്കിൽ ദാറ്റ് ഇസ് സൂപ്പർ ഫ്ലൂവസ് സെന്റൻസ്. രണ്ട് നെഗറ്റീവ് വരാൻ പാടില്ല, രണ്ട് പാസ്റ്റ് വരാൻ പാടില്ല, രണ്ട് പ്രസന്റ് ടെൻസിന്റെ സിംഗുലർ വരാൻ പാടില്ല. അങ്ങനെയാണ് അല്ലെ. ഡസിന്റെ കൂടെ ഇംപ്രസസ് എന്ന് കൊടുക്കില്ല, അതുപോലെ തന്നെ ഡിഡിന്റെ കൂടെ ഇംപ്രസ്ഡും കൊടുക്കില്ല. V1 ഡൂവിന്റെയോ ഡിഡിന്റെയോ ഡസിന്റെ കൂടെ V1 വരാൻ പാടില്ല. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് ഓർത്തോ. ഡിഡ് നോട്ട് ഇംപ്രസ്ഡ് തെറ്റാണ്, ഡിഡ് നോട്ട് ഇംപ്രസ് ആണ് കറക്റ്റ് കേട്ടോ. മൂവിംഗ് ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്. Meanwhile, the failure of the West Indies to even qualify proved tragic as proved tragic as the men from the Caribbean are intrinsic for cricket's health. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തന്നു നോക്കട്ടോ. അപ്പൊ നമുക്ക് നോക്കാലോ ഇഫ് യു ആർ റൈറ്റ് ഓർ നോട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ ആൻസർ. കോമന്റ് സെക്ഷൻ തരണം. ഇപ്പൊ 35 പേര് ലൈവിലാണ്, 35 പേരുടെ ആൻസർ എനിക്ക് കാണണേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മൂവിംഗ് ഓൺ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മുടെ KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ അഡാറ്റ് യൂണിവേഴ്സിറ്റി കേരള സെൻട്രൽ എക്സാംസ്, രണ്ട് ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നോട്ട്സും PDF-ഉം എല്ലാം ഇവിടെ നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് കാണാം ഇന്ന് രാത്രി 9:30 GDയുടെ SSC GDയുടെ കുറച്ച് ടോപ്പ് 20 ക്വസ്റ്റൻസുമായിട്ട് ഞാൻ വരാം. എങ്ങനെയാണ് ക്വസ്റ്റൻ പാറ്റേൺ വരുന്നത് കാണിച്ചു തരാം. അത് നമുക്ക് അനുസരിച്ച് പഠിച്ചു തുടങ്ങാം. അവിടെ ഇപ്പൊ SSCക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് CGL-നൊക്കെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം PYQ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് കിട്ടും അതൊക്കെ അത്രത്തോളം കിട്ടുക. യൂസ് ഇറ്റ് മാക്സിമം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ പീപ്പിൾ. താങ്ക് യു. ആൻഡ് ഉഷാറായിട്ടിരിക്കുക. രാത്രി 9:00 ആണ്.